നമസ്കാരം, ഞാൻ ASKMU ഹോം ടിപ്സ്. നാം വീടുകൾ നിർമ്മിക്കുമ്പോൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മുൻകരുതലുകൾ എന്ന നിലക്ക് സാധാരണ രീതിയിൽ പഴയ കാലത്ത് നമുക്കറിയാം, അന്നത്തെ ആൾക്കാർ ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അവർ മുൻകൂട്ടി മെറ്റലുകളും അതുപോലെ തന്നെ സാൻഡും ഇതൊക്കെ കഴുകിയെടുത്തുകൊണ്ട് അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് അതിനെ വളരെ സീരിയസ് ആയിട്ട് മുൻകരുതലെടുത്തുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർ കോൺക്രീറ്റിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിർമ്മിച്ച കോൺക്രീറ്റുകൾക്ക് ലീക്കോ അതുപോലെ തന്നെ ഉറപ്പ് കുറവോ ഒന്നുമില്ല. വർഷങ്ങളോളം ഈട് നിൽക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. 40, 50 അതുപോലെ 60 വർഷമൊക്കെ നമുക്ക് കോൺക്രീറ്റിൻ്റെ ലൈഫ് അന്നത്തെ രീതിയിൽ അഷ്വർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് 25 വർഷം വരെ കോൺക്രീറ്റിൻ്റെ ലൈഫ് അഷ്വർ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇന്ന് നാം വർഷങ്ങളോളം അതായത് മെറ്റലോ അതുപോലെ സാൻഡോ കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ സ്റ്റീൽ ഇറക്കി വെച്ചുകൊണ്ട്, സ്റ്റീലൊക്കെ തുരുമ്പെടുത്ത് പോയി, അതുപോലെ മെറ്റലൊക്കെ ഈ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ, മാസങ്ങളോളം അവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളിൽ നിന്നും വരുന്ന കരിയിലകളും മറ്റും ആ പൂക്കളും മറ്റും ഈ മെറ്റലിലും അതുപോലെ സാൻഡിലൊക്കെ കലർന്നുകൊണ്ട് അത് പിന്നീട് നാം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരത്തിൻ്റെ ഇലകളും പൂക്കളൊക്കെ അതിൽ നിന്ന് ഈ കോൺക്രീറ്റിൽ നിന്ന് നശിച്ചു പോവുകയും പിന്നീട് അത് ലീക്കായി മാറുവാനുള്ള സാധ്യത, നേരിട്ട് മഴ തട്ടുന്ന സ്ലാബുകളൊക്കെ ആണെങ്കിൽ അത് ലീക്കായി മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ റൂഫ് കോൺക്രീറ്റിന് വേണ്ടി നാം മുൻകരുതലെടുക്കുമ്പോൾ അതിൻ്റെ ബ്രിക്കൊക്കെ കെട്ടി സെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുക. അത് സ്റ്റീലായാലും അതുപോലെ തന്നെ മെറ്റൽ, സാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുദ്ധമായത് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൽ മറ്റുള്ള നശിച്ചു പോകുന്ന വസ്തുക്കൾ, അതായത് കടലാസുകൾ, അതുപോലെ ഇലകൾ, അതുപോലെ പൂക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാവാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഈട് നിൽക്കുന്ന നല്ല ഉറപ്പുള്ള ഒരു കോൺക്രീറ്റ് നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം എന്നുള്ളത് ഈ കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ ക്യൂറിങ്ങിന് വേണ്ടി, അതായത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം മുതൽ 14 ദിവസം വരെ നനയ്ക്കേണ്ട രീതിയിലുള്ള വെള്ളം നാം അതിൻ്റെ അവൈലബിലിറ്റിയും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നാം കോൺക്രീറ്റിന് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.